പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ വൈകിയ വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം നൽകി. ആമേൻ. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ ആമേൻ ഹല്ലേലൂയ യാതൊന്നുമല്ല. കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു പ്രാവശ്യം കൂടെ ആമേൻ കർത്താവ് കരുണ കാണിച്ച് ആയുസ്സ് തന്നതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര സ്തുതിച്ചാലും ഹല്ലേലൂയ ഇന്നും എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മതി വരത്തില്ല. അങ്ങനെ ആമേൻ സ്തോത്രം പറഞ്ഞാലും എങ്ങനെ സ്തുതി പറഞ്ഞാലും എങ്ങനെ വർണ്ണിച്ചാലും ആയിരം നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും മതി വരാത്ത മകൾ ഭാഗ്യം സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് തന്നതുകൊണ്ടാണ് അതിനെയൊക്കെ ചേർത്ത് പിടിച്ച് ആമേൻ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം തന്നതല്ലാതെ ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് യാതൊന്നുമില്ല. സ്വർഗത്തിലെ അപ്പൻ തന്നതല്ലാതെ ആമേൻ ഹല്ലേലൂയ അപ്പൻ എന്നെ സ്നേഹിച്ചത് കൊണ്ട് ആമേൻ അപ്പൻ എന്നോട് കരുണ കാണിച്ചത് കൊണ്ട് കർത്താവ് എനിക്ക് സകലതും ദാനമായി തന്നു. ഹല്ലേലൂയ. ആ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? ആ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ആ ആമേൻ നിത്യ സ്നേഹത്തെ ഓർക്കുമ്പോൾ, ആ വൻ ദയയെ ഓർക്കുമ്പോൾ എങ്ങനെ ആമേൻ നമുക്ക് പാടി സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും ആമേൻ ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ ഹല്ലേലൂയ. ഇന്നും കർത്താവ് നിങ്ങളെ ജീവിതത്തെ തൊടട്ടെ. പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ 8ാമത്തെ ദിവസമാണ്. ആമേൻ ഹല്ലേലൂയ. നിങ്ങളുമായി മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. ആമേൻ കഴിഞ്ഞ ആമേൻ ഓരോ പ്രാർത്ഥനകളും ഒക്കെ വലിയ വിടുതലുകൾക്കും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും ഒക്കെ കാരണമായി തീർന്നു. നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ മാസം 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവകൃപയാൽ 8ാമത്തെ ദിവസം ആമേൻ ഇന്ന് ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 11ാം അധ്യായം അതിൻ്റെ 16ാമത്തെ വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 11ാം അധ്യായം അതിൻ്റെ 16ാമത്തെ വാക്യം. അതേ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. പ്രതികൂല കാറ്റുകൾ ആഞ്ഞു വീശും നേരത്തും കൈവിടാതെ കാക്കും രക്ഷകൻ. പ്രതികൂല കാറ്റുകൾ ആഞ്ഞു വീശും നേരത്തും കൈവിടാതെ കാക്കും രക്ഷകൻ. ആനന്ദമായി പാടിടാം ആത്മരക്ഷകൻ നാഥനെ, ആർത്തു പാടി പാടി സ്തുതിക്കാം. ആനന്ദമായി പാടിടാം ആത്മരക്ഷകൻ നാഥനെ, ആർത്തു പാടി പാടി സ്തുതിക്കാം. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ
ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. ഭീകരമാം ചെങ്കടലും ശത്രുവിൻ സൈന്യവും കണ്ടു നീ ഭ്രമിച്ചിടല്ലേ. ഭീകരമാം ചെങ്കടലും ശത്രുവിൻ സൈന്യവും കണ്ടു നീ ഭ്രമിച്ചിടല്ലേ. ധൈര്യമായി മുന്നേറിടാം വാഗ്ദത്ത നാടെ നോക്കി വിശ്വാസത്തിൽ യാത്ര തുടരാം. ധൈര്യമായി മുന്നേറിടാം വാഗ്ദത്ത നാടെ നോക്കി വിശ്വാസത്താൽ യാത്ര തുടരാം. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. ശത്രുവാകും സാത്താന്റെ തന്ത്രങ്ങൾ തകർത്തവൻ, കാൽവരിയിൽ ജയം കൊണ്ടവൻ. ശത്രുവാകും സാത്താന്റെ തന്ത്രങ്ങൾ തകർത്തവൻ, കാൽവരിയിൽ ജയം കൊണ്ടവൻ. യേശുവിൻ്റെ നാമത്തിൽ ജയം നമുക്കുണ്ടല്ലോ. എല്ലാ നാളും കർത്തനേശു കൂടെയുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ജയം നമുക്കുണ്ടല്ലോ. എല്ലാ നാളും കർത്തനേശു കൂടെയുണ്ടല്ലോ. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആമേൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ആമേൻ. യേശു നമ്മുടെ തോണിയിൽ അമരക്കാരനായിട്ടുണ്ടെങ്കിൽ ആമേൻ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതമാകുന്ന സാഗരേ ആമേൻ ഓളങ്ങളും തിരമാലകളും കാറ്റുകളും ആമേൻ പ്രതികൂലങ്ങളും ഒക്കെ ആമേൻ തീച്ചുളകളും തീയുടെ കാറ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ കടന്നു വരാം. ആമേൻ ഒരു സമുദ്രം തന്നെ ആമേൻ മുഴുവനോടെ നമ്മളെ വിഴുങ്ങിക്കളയുവാൻ ആമേൻ പദ്ധതികൾ ഒരുക്കി ആമേൻ നമ്മുടെ മുൻപിൽ വന്നേക്കാം. പക്ഷേ ആ സമുദ്രത്തിൽ കൂടി നമുക്ക് വഴിയൊരുക്കി നമ്മളെ നടത്തുന്നൊരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ആമേൻ ഒരുമിച്ചായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു തന്ത്രത്തിനും ഒരു മന്ത്രവാദങ്ങൾക്കും ഒരു ആഭിചാരങ്ങൾക്കും ആമേൻ ഒരു പൈശാചിക കോട്ടക്കൊത്തളങ്ങൾക്കും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. പിശാച് നമ്മളെ ഒന്ന് ആമേൻ കുലുക്കി നോക്കും. നീ വീഴുമോ, നീ തകർന്നു പോകുമോ, നീ നശിച്ചു പോകുമോ, ആമേൻ നിന്റെ പേരില്ലാതായി കാണുവാൻ പിശാച് പദ്ധതി ഒരുക്കും. പക്ഷേ പിശാച് പേരിനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ പേര് ഭൂമിയിൽ നിന്ന് പറിച്ചു നീക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആ പേരിനോടൊപ്പം പേരിൻ്റെ വലിപ്പത്തെ കൂട്ടി ആമേൻ നിന്നെ ഉന്നതങ്ങളിൽ എത്തിച്ച് നിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ മതിയായവനായ കർത്താവിൻ്റെ സന്നിധിയിലാണ്
ഭവനത്തിലാണ് ആമേൻ നീ ആയിരിക്കുന്നത്. എനിക്കറിയത്തില്ല, വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ആമേൻ ആരോടോ സംസാരിക്കുന്നുണ്ട്. നിന്റെ പേരിനെ നശിപ്പിച്ചു കളയുവാൻ, നിന്റെ പേരിനെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഓഫീസിൽ നിന്ന്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നിന്ന് നിന്നെ പറിച്ചു മാറ്റുവാൻ വെല്ലുവിളിക്കുന്ന ചില ആമേൻ മാനുഷിക പൈശാചിക പദ്ധതികൾ, ആമേൻ ചില മാനുഷിക ഇടപെടലുകൾ ആരൊക്കെയോ ചേർന്ന് നിന്നെ ഈ ലേബലിൽ ഇനി അറിയപ്പെടരുത്, ഈ പേരിൽ നീ ഇനി അറിയപ്പെടരുത്, ആമേൻ ഇതിനോടൊപ്പം ഈ പേര് വേണ്ട എന്ന് പറഞ്ഞു അതിനെ മാറ്റുന്ന ചില അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു. സ്വർഗത്തിലെ ദൈവം നിന്റെ പേരിനെ കൂട്ടിയോജിപ്പിക്കുന്ന ദിവസങ്ങളാ. ജൂഡമന ഹന്തന രകൽക്കടകസി അന്ത പ്രൗഢമന ധീരാജനാരകൽ ഘടകരകതനഘടക ശന്തനാരകൽ കടകശി നിന്നെ കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. പിശാച് നിന്നെ ആമേൻ പറിച്ചെടുക്കുവാൻ ശ്രമിക്കും, പക്ഷേ കർത്താവ് പറയുന്നു നിന്നെ ചേർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഭർത്താവ് ഒത്തിരി നാളുകൾ കൊണ്ട് പറയുന്നുണ്ട്, ഒത്തിരി ഡൈവേഴ്സ് കേസുകൾ ആമേൻ നിന്റെ ഭവനത്തിനകത്ത് അയച്ചു, പക്ഷെ നീ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ വ്യക്തി കോപം കൊണ്ട് പറയുന്നു മതി, ആമേൻ. ഹല്ലേലൂയ. ഇത് ലാസ്റ്റ്, ആമേൻ. ഹല്ലേലൂയ. ഡിവോഴ്സിന്റെ കേസ്, ആമേൻ. ഇത് ലാസ്റ്റ്, ആമേൻ. ഇനി ആമേൻ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു ആമേൻ നിന്നെ കോടതി റൂമിനുള്ളിൽ നിന്നെ കരയിപ്പിക്കുന്ന ചില വാർത്തകൾ, ചില സംസാരങ്ങൾ. ജൂഡമന അഥാനഘടക ശബ്ദന രകൽക്കടകസ്. എനിക്കറിയത്തില്ല, രാജ്യത്തിന്റെ ഏതോ ഒരു കോളിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. നിന്നെ വേണ്ട, ആമേൻ. ഹല്ലേലൂയ. നിന്നെ വേണ്ട എന്ന് പറഞ്ഞു നിന്റെ മുഖത്ത് നോക്കി നിന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു, നീ പോകുന്ന വഴികളിലെല്ലാം വെച്ച് പറയുന്നു നിന്നെ വേണ്ട, എനിക്കിനി നീയുമായി ഒരു നിമിഷം പോലും ആമേൻ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല, നിന്നെ എനിക്ക് വേണ്ട, നിന്നെ എനിക്ക് കാണുന്നത് പോലെ വെറുപ്പാ, നീ എന്നോട് സംസാരിക്കുന്നത് പോലും വെറുപ്പാ, നീ ഇടുന്ന ഡ്രസ്സ് പോലെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആരെങ്കിലും ഡ്രസ്സ് ചെയ്താൽ പോലും എനിക്ക് അത്രയ്ക്ക് കോപം, നിന്നെ അത്രയ്ക്ക് വെറുത്തു കളഞ്ഞൊരു പൈശാചിക വ്യാപാരം. ജൂഡാമന ഹംതരകജനഘടകസി നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ തലമുറകളുടെ കണ്ണിൽ നിന്ന് ആമേൻ നിന്നെ ഭിന്നിപ്പിച്ചു കളഞ്ഞൊരു പൈശാചിക വ്യാപാരം ഇന്ന് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കെട്ട് ഇന്ന് രാത്രി പൊട്ടുന്നുണ്ട്. ജൂഡാമന ഹംതരകജനഘടകസിയ അർത്ഥപ്രൗഢമന. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആമേൻ. പൊളിഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തെ പൊളിച്ചു കളയുവാൻ പിശാചിന് എൻ്റെ കർത്താവ് അനുവാദം കൊടുത്തിട്ടില്ല. ജൂഡാമന ഹംതരകജനഘടക ശംതാന രകംധന രകൽക്കടകശി ദീപൽ പ്രൗഢവന. നിന്റെ കുടുംബ ജീവിതത്തെ ഓർത്ത് നീ വല്ലാതെ കരയുന്നുണ്ട്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ കഷ്ടതയോർത്ത് നീ കരയുന്നുണ്ട്. ഓ ഹല്ലേലൂയ. നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നിന്റെ കണ്ണുനീർ കാണുവാൻ ആരുമില്ല, നിന്നെ ഒന്ന് കരുതുവാൻ ആരുമില്ല, നിന്നെ ഒന്ന് ആമേൻ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല, ഒരാശ്വാസ വാക്ക് പറയുവാൻ ആരുമില്ല. നീ ആ കുടുംബത്തിനകത്ത് ഒറ്റയ്ക്കാ. ആമേൻ. നീ ഒറ്റയ്ക്ക് വർഷങ്ങൾ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധത്തിനകത്താണ് നീ നിൽക്കുന്നത്, നീ ഒരു പോർക്കളത്തിനകത്താണ് നിൽക്കുന്നത്. ആമേൻ. പലപ്പോഴും ആമേൻ മുള്ളുകൊണ്ടുകൊണ്ടുള്ള ഏറുകൾ നീ അനുഭവിക്കുന്നുണ്ട്, പലപ്പോഴും മുറിവേൽക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിനകത്ത് മുറിവേൽക്കുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ ആമേൻ മുറിവേൽക്കുന്നുണ്ട്, നീ മാനസികമായി തകരുന്നുണ്ട്. എന്ത് ചെയ്യണം കർത്താവേ എന്ന് നീ കരയുന്ന കണ്ണുനീരുകൾക്ക് അതേ ആ കുടുംബത്തിനകത്ത് തന്നെ നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുന്നു. നിന്റെ തലമുറയിലൂടെ ജൂഡമന ഹംതരകജനഘടക നിന്റെ ഉദരത്തിൽ നിന്ന് ആ തലമുറകൾ പുറപ്പെട്ടതുകൊണ്ട്, ഓ നിന്റെ ഉദരമായതുകൊണ്ട് ആമേൻ നിന്നെ ശപിച്ചു മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ. എനിക്കറിയത്തില്ല, ആമേൻ. ഹല്ലേലൂയ. ഏതോ ഒരു സഹോദരി കരയുന്നുണ്ട്, അതേ സഹോദരി ഇതെന്നോട് പറയുന്നത് എൻ്റെ ഉദരത്തിനകത്ത് അവരുടെ കുഞ്ഞ് ജനിച്ചതുകൊണ്ട് ആമേൻ എന്നെ ആമേൻ എത്രത്തോളം അവർ നിന്ദിക്കുന്നു അതിനേക്കാൾ ഇരട്ടിയായിട്ട് എൻ്റെ മക്കളെ അവർ നിന്ദിക്കുന്നു. അങ്ങനെ കരയുന്ന ഏതോ ഒരു മാതാവ് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ജൂഡ പ്രൗഢവന അഥനഗജനഘടക ശന്തനാരകൽ കടകസി യേശു കർത്താവിന് ജനിക്കുവാൻ മറിയയുടെ ഉദരം ആമേൻ കൊടുത്തതുപോലെ ആമേൻ നിന്റെ ഉദരത്തിനകത്തു നിന്ന് അഭിഷക്ത തലമുറയെ പുറത്തു വന്നത്. അതെ, നിന്റെ തലമുറയിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന്റെ പേരിനെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. ജൂഡൽ പ്രൗഢവന അതുരഗജനഘടക ശന്തനാരകൽ കടകശി. അതെ, പ്രവാചകന്മാർ എഴുന്നേൽക്കുവാൻ പോകുന്നു. ജൂഡൽ പ്രൗഢവന അഥാനഘടക ശന്തനാരകൽ കടകശി ദീപൽ പ്രൗഢവന അന്തന രഗാനഘടക ശന്തനാരകൽ കടകശി. ആമേൻ. നീ ആ കഷ്ടതയോർത്ത് കരയുന്നുണ്ട്. ആമേൻ. എൻ്റെ തലമുറയെ ശപിക്കുന്ന ശാപമെന്ന കഷ്ടതയോർത്ത് നീ വല്ലാതെ കരയുന്നുണ്ട്. ശാപം ഒരു കഷ്ടതയാ. ആ കഷ്ടതയെ കർത്താവ് ഇന്നെടുത്ത് മാറ്റുവാൻ പോകുക. ജൂഡാമന അഥനഗജനഘടക ശന്തനാരകൽ കടകശി ദീപൽ പ്രൗഢവന വൈഡാന ദേഖേനഗസിയാംധേനെ റിഗൽ കടകരകതനഘടകസിയ. ആമേൻ. പുതിയതൊന്ന് പുറത്തു വരുവാൻ കഴിയാതവണ്ണം നിന്റെ കുടുംബത്തിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞ, നിന്റെ ഉദരത്തിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞ, നിന്റെ
നിന്റെ നന്മയുടെ വാതിലുകളെ അടച്ചു കളഞ്ഞ ചില ദുഷ്ട വ്യാപാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ആമേൻ ഹാലലൂയ. ഇതുവരെയും അനുഭവിച്ച കഷ്ടത മതിയെന്ന്, ഇതുവരെയും അനുഭവിച്ച നിന്ന മതിയെന്ന്. ആമേൻ ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു, ആമേൻ വേദനകൾ അനുഭവിച്ചു, നിന്ന അനുഭവിച്ചു. ആമേൻ ചൊറിഞ്ഞു പൊട്ടുന്ന തരത്തിൽ ശരീരം രോഗം കൊണ്ട് പൊതിഞ്ഞു. ആമേൻ ഹാലലൂയ. ഈച്ചകൾ കൊണ്ട് പൊതിഞ്ഞു. ആമേൻ ഹാലലൂയ. ആമേൻ ആമേൻ മുറിവിൽ എങ്ങനെ ചൊറിയും, ആമേൻ ആ തരത്തിൽ ആമേൻ ഹാലലൂയ ശരീരം ആമേൻ ഹാലലൂയ ആമേൻ കീറി മുഴിഞ്ഞ് ആമേൻ ഹാലലൂയ കർത്താവേ ആമേൻ വ്രണങ്ങൾ കൊണ്ട് ആമേൻ മുറിവേറ്റ് സഹിക്കുവാൻ കഴിയാതെ ഉള്ള അസഹനീയമായ ആമേൻ പ്രാണവേദന അനുഭവിച്ചു. ആമേൻ ഒന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ വ്രണത്തിൽ ആമേൻ ചൊറിച്ചിൽ വരുമ്പോൾ ആമേൻ ഹാലലൂയ ആമേൻ ആമേൻ ആ ബ്ലഡിന്റെ അംശം ഒലിച്ചിറങ്ങുന്ന ആ ആമേൻ വ്രണങ്ങളിൽ എങ്ങനെ ചൊറിയും. ഹാലലൂയ ആമേൻ അത്രത്തോളം ഇയ്യോബിന്റെ കഷ്ടത, ആമേൻ അത്രത്തോളം കഷ്ടത. അങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കഷ്ടത കൊണ്ട് ജീവിതം ആമേൻ പൊതിഞ്ഞു മുറുകി. ആമേൻ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത്രത്തോളം കഷ്ടത. നിന്നയുടെ ഏറ്റവും താഴ്വരയിൽ, കണ്ണുനീരിന്റെ ഏറ്റവും വലിയൊരു താഴ്വരയിലാണ് കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കണ്ണുനീരിന്റെ താഴ്വരകളെ ഞാൻ നിനക്ക് മറക്കുമാറാക്കുന്ന ഒരു വലിയ ദൈവപ്രവർത്തി. ജൂഡൽ പ്രൗഢവന അന്തനാരഗാനഘടക ശന്തനാരകൽ ഘടക ദീപൽ പ്രൗഢവന അടകം തുനീറി ഗാനഘടക ശന്തനാരകൽ പ്രൗഢവന. നിന്റെ കണ്ണുനീരുകളെ മറക്കുന്ന ദിവസങ്ങൾ, ആമൻ അത് ഓർമ്മ കൂടെ ഇല്ലാതെയാകുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുക. ജൂഡമന ഹന്തനാരകൽ ഘടകസി അർത്ഥൽ പ്രൗഢവന അടകതരഘടക ശബ്ദനാരകൽ ഘടകസി അർത്ഥന റാഖാല ഘടകസി അംഥനെ. എനിക്കറിയത്തില്ല ആരോടൊക്കെയോ പരിശുദ്ധാത്മ വിപ്രകാരം ദൂത് കൈമാറുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകളെ പരിശുദ്ധാത്മാവ് മറക്കുവാൻ പഠിപ്പിക്കുവാൻ പോവുകയാ. ആമേൻ ഹാലലൂയ. ഇന്നുള്ള കഷ്ടതയെ നീ മറന്നുകളാ. ഇന്നലെ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ച നിന്റെ കഷ്ടതകളെ മറക്കുന്ന തരത്തിൽ ആമേൻ ഒത്തിരി സന്തോഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ആമേൻ ആവരണം ചെയ്യുവാൻ പോകുന്നു. അതേ മാതാവേ, അതേ പ്രിയ സഹോദര, ഇന്നലെ വരെ നിന്റെ ജീവിതം കഷ്ടത കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നലെ വരെ നിന്റെ ജീവിതം ആഭിചാരങ്ങൾ കൊണ്ടും മന്ത്രവാദങ്ങൾ കൊണ്ടും നിന്റെ ജീവിതത്തെ പിശാച് തകർത്ത് കളഞ്ഞു. കർത്താവ് പറയുന്നു, ആമേൻ ഹാലലൂയ, ആ തകർച്ചകളെ പണിയുന്ന, ആ തകർച്ചകളെ മറക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ പോകുന്നു. തൊഴിൽ മേഖലയിൽ നീ ഇന്നലെ വരെ അനുഭവിച്ച കഷ്ടത, ആമേൻ ഞാൻ പറയുന്നു, കഴിഞ്ഞ സെക്കൻഡ് വരെ നീ അനുഭവിച്ച നിന്നയെ പരിശുദ്ധാത്മാവ് മറക്കുന്ന തരത്തിൽ നിന്റെ തൊഴിൽ മേഖല ഒരു വലിയൊരു വിശാലത. ജൂഡ പ്രൗഢവന അർത്ഥനാരഗാനഘടക ശബ്ദനാരകൽ ഘടകശി അടകംധനാരകൽ പ്രൗഢവന. എനിക്കറിയത്തില്ല, ഒരു മാതാവ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. നിന്റെ തലമുറയ്ക്ക് ഇനി ആ രാജ്യത്ത് കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയുമോ? അവിടെ ഇനി കണ്ടിന്യൂസ് ആയി കോഴ്സും ജോലിയുമായി മുൻപോട്ട് കടന്നു പോകുവാൻ പറ്റുമോ? ആമേൻ ഹാലലൂയ. പരാജയമായി തീരുമോ? ആമേൻ പ്രിയ മാതാവെ, കൺഫ്യൂഷൻ അടിക്കണ്ട. നിന്റെ തലമുറയെ കൊണ്ട് നീ ഒത്തിരി കഷ്ടത അനുഭവിച്ചതാ. നീ കഷ്ടതയുടെ കൂമ്പാരത്തിൽ നിന്ന് പുറത്തു വന്നൊരു കുടുംബമാ. അങ്ങനെയെങ്കിൽ നിന്റെ തലമുറയെ ആമൻ എൻ്റെ കർത്താവ് ആ രാജ്യത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ദൈവിക മഹത്വം. ജൂഡൽ പ്രൗഢവന അധാരഘടക ശബ്ദനാരകൽ ഘടകസി ഉടകരഘടക ശബ്ദനാരകൽ പ്രൗഢവന ദീപലഘടക ശബ്ദേനെ റീഖാലഘടകസി. ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തി. രാജ്യങ്ങൾ കടന്ന് മൈലുകൾ താണ്ടി പരിശുദ്ധാത്മാവിന്റെ വലിയ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. ഹാമേൻ. കഴിഞ്ഞ സെക്കൻഡ് വരെ രോഗത്തെ ഓർത്ത് നീ രോഗമെന്ന കഷ്ടതയോർത്ത് നീ കരഞ്ഞോ? ആമേൻ ഹാൽ. ഒന്ന് എഴുന്നേറ്റിരിക്കുവാൻ പോലും കഴിയുന്നില്ല. രോഗം ആമേൻ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് മടുത്തു. പലരും ചെക്കപ്പുകൾ ചെയ്ത് ഒരു രോഗവുമില്ല. പക്ഷേ ആമേൻ പിശാചൊരുക്കിയ വിചാരങ്ങളിൽ കുരുങ്ങിക്കിടന്ന് ആമൻ രോഗമെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്ത് പരാജയപ്പെട്ടു പോയി. ആമൻ ശരീരം ഒന്നിനും കൊള്ളാത്തതായി തീർന്നു, നിർജീവമായി പോയ അവസ്ഥ. കർത്താവ് പറയുന്നു, ഇയ്യോബിന്റെ ശരീരത്തെ ആമേൻ ഹാലലൂയ ത്വക്കിനെ ശോഭിപ്പിച്ചുവെങ്കിൽ ജൂഡാമന ഹംദരഗജനഘടകസി. നീ ആയിരിക്കുന്ന നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന്, നീ ആയിരിക്കുന്ന നിന്റെ നെടുവീർപ്പിൽ നിന്ന്, നീ ആയിരിക്കുന്ന നിന്റെ കണ്ണുനീരിൽ നിന്ന് നിനക്ക് പുതിയ മാംസത്തെ വെച്ച് പിടിപ്പിച്ചു തരുവാൻ, നിനക്ക് പുതിയ നാഡീ നരമ്പുകളെ വെച്ച് പിടിപ്പിച്ചു തരുവാൻ, നിനക്ക് ചില പുതിയ അസ്ഥികളെ വെച്ച് പിടിപ്പിക്കുവാൻ ജൂഡൽ പ്രൗഢം ദരേദകൽ ഘടകസിയ അർത്ഥൽ ശബ്ദന ദീപലഘടക ശബ്ദനാരകൽ ഘടകസി. എൻ്റെ കർത്താവ് മതിയായവനാണ്, എൻ്റെ കർത്താവ് മതിയായവനാണ്. നിന്റെ കഷ്ടതകൾക്ക് വിരാമമിടുന്ന ദിവസമായത്. ആമൻ. നിന്റെ വേദനകൾക്ക് വിരാമമിടുന്ന ദിവസമായത്. നിന്റെ നാറ്റം വമിച്ച അവസ്ഥയെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ, ഏറ്റവും സുഗന്ധമുള്ളതാക്കി തീർക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. നിന്റെ ജീവിതം ഒരു പരാജയമല്ല. എനിക്കറിയത്തില്ല, ആരോ കരയുന്നുണ്ട്. അതേ സഹോദരി, എൻ്റെ ജീവിതം
ജീവിതം ഒരു പരാജയമാണ്, എൻ്റെ ജീവിതം ഒരു പരാജയമാണ്, എൻ്റെ ലൈഫേ ഒരു പരാജയമാണ്. ആമേൻ. എനിക്കിനി ഒരിക്കലും ഈ പരാജയത്തെ നികത്തുവാൻ കഴിയത്തില്ല. നോ, നിന്റെ ചിന്താഗതിയാണ് തെറ്റുക. നിന്റെ കഷ്ടതയെ മറക്കുമാറാക്കുന്ന ഒരു ദൈവപ്രവർത്തി ജൂഡൽ പ്രൗഢവന. ആമൻ. നിന്റെ ചിന്തയിൽ പോലും അത് ഓടി വരത്തില്ല. ഈ കഷ്ടത നാളെ ആമൻ നിന്റെ ചിന്തയിൽ പോലും ഓടി വരത്തില്ല. അത്രത്തോളം അനുഗ്രഹത്തെ നൽകി, അത്രത്തോളം അനുഗ്രഹത്തെ നൽകി കഷ്ടതയുടെ ദിവസങ്ങളെ മറക്കുമാറാക്കുന്ന ഒരു വലിയ പ്രവർത്തി ജൂഡൽ പ്രൗഢവന. അഥാനഘടക ശബ്ദനാരകൾ കടകസി ദീപൽ പ്രൗഢവന ജുഡകരഘടക ശബ്ദനാരകൾ കടകസി. നീ പിന്നത്തേതിൽ ഓർക്കും, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതായ, ഒരു ചെവി കേട്ടിട്ടില്ലാത്തതായ, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വൻ കാര്യത്തെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കാൻ അല്ലാതെ കഷ്ടത നിനക്ക് ഓർക്കുവാൻ സമയം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കഷ്ടതകളെ ആമേൻ നീ മറക്കുവാൻ പോകുക. വിശ്വാസത്തോടെ നീ ആമേൻ പറ. ഞാൻ എൻ്റെ സകലത കഷ്ടതകളെയും ആമേൻ മറക്കുവാൻ പോകുന്നു. ആമേൻ. എൻ്റെ ചിന്തയിൽ കൂടി ആ കഷ്ടതകൾ ഇനി വരത്തില്ല. ആമേൻ. എൻ്റെ ആമേൻ ഹല്ലേലൂയ നോട്ടത്തിൽ പോലും ആമേൻ എൻ്റെ ശത്രു ഇനി എൻ്റെ മുമ്പിൽ വരത്തില്ല. എന്നെ നിന്ദിക്കുന്ന എൻ്റെ ശത്രു, എന്നെ പകയ്ക്കുന്ന ശത്രു ആമേൻ ഇനി എൻ്റെ മുമ്പിൽ വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ശത്രു നിന്നെ ആമേൻ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ നന്മയ്ക്ക് ഒരടയാളം പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കണ്ണ് കാണുക, നിന്റെ ശത്രു കാണുക. ആമേൻ. നിനക്ക് വിരുന്നൊരുക്കുന്ന ഒരു ദൈവപ്രവർത്തി ജൂഡൽ പ്രൗഢവന അതനക ജനഘടക ശബ്ദനാരകൾ കടകജി വൈഡമന ധീമാനഘടക ശബ്ദനാരകൾ കടകജിയ അതരക ജനഘടക ശബ്ദനാരകൾ പ്രൗഢവന മേൽത്തരമായത്. ആമേൻ. നീ എവിടെയൊക്കെ കുറവുള്ളവളെന്ന് ആമേൻ ഹല്ലേലൂയ പറയപ്പെട്ടോ, നീ എവിടെയൊക്കെ യോഗ്യതയുള്ളവനെന്ന് തള്ളപ്പെട്ടോ, നീ ഒത്തിരി CV അയച്ചില്ലേ, ഒത്തിരി കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് പോയില്ലേ, അവൻ ഒത്തിരി ഹോസ്പിറ്റലുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ, അവൻ പക്ഷെ ഒരു സ്ഥാനത്ത് നിന്ന് അവൻ നിനക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് ആരും നിന്നെ വിളിച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. കർത്താവ് പറയുന്നു, ആ കഷ്ടതകളെ നീ മറക്കുവാൻ പോകുന്നു. ജൂഡൽ പ്രൗഢവന. എനിക്കറിയത്തില്ല, സാധ്യതകളില്ല. നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ആ സാധ്യതകളെ മറികടന്ന്, അസാധ്യങ്ങളെ മറികടന്ന് ചില സാധ്യതകൾ നിന്റെ മുൻപിൽ കർത്താവ് വഴി തുറക്കുവാൻ പോകുന്നു. ജൂഡൽ പ്രൗഢവന അഥനക ജനഘടക ശബ്ദനാരകൾ കടകസി. ആമേൻ. അതെ, നിന്റെ മുൻപിൽ ചില അസാധ്യമായി നിൽക്കുന്ന ചില കമ്പനിയുടെ വാതിലുകൾ, ചില ഹോസ്പിറ്റലുകളുടെ വാതിലുകൾ, റമനക സിയാബ്തേനെ ചില രാജ്യത്തിന്റെ വാതിലുകൾ, ചില രാജ്യത്തിന്റെ നിയമങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. ജൂഡൽ പ്രൗഢവന അഥനകരകഥനഘടക ശബ്ദനാരകൾ കടകസിയ റോധോലഘടക ശബ്ദനാറാഖാലഘടക ശബ്ദനാരകൾ കടകസി. നിന്റെ ഭാവിയോർത്ത് നീ കരയുന്നില്ലേ? ഒത്തിരി പേർ കഴിഞ്ഞ ദിവസം വരെ നിന്ദിച്ചു. ഓ ഹല്ലേലൂയ. നീ ഒറ്റപ്പെട്ട് ചെന്ന് അവിടെ കിടക്കുന്നില്ലേ? നിന്റെ തലമുറയ്ക്ക് എന്ത് ലഭിച്ചു? നീ ദൈവത്തിന്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ചില്ലേ? നിന്റെ തലമുറയുടെ ഭാവിയിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? നിന്റെ തലമുറയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? ഈ പാരമ്പര്യത്തിനകത്ത് കിടന്നിരുന്നെങ്കിൽ, ഞങ്ങളുടെ കൂടെ നീ കിടന്നിരുന്നെങ്കിൽ ആമൻ ഇങ്ങനെയൊക്കെ നീ അനുഭവിക്കേണ്ടി വരുമോ? നിന്റെ തലമുറയ്ക്ക് എന്നേ ഒരു ഭാവി കിട്ടിയേനെ, നല്ലൊരു ജീവിതം കിട്ടിയേനെ. ആമൻ. പ്രിയ മാതാവേ, നീ കരയണ്ട. പ്രിയ പിതാവേ, നീ നിരാശപ്പെടണ്ട. ആമേൻ. ഹല്ലേലൂയ. ഈ കഷ്ടതകളെ മറക്കുന്ന തരത്തിൽ ആമേൻ നിന്ദിച്ചവരുടെ നാവ് കൊണ്ട് ഓ ഇവളുടെ ദൈവം ഇവൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയുടെ ഭാവിയെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുന്നു. ഏജ് ഓവറായി പോയെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടണ്ട. ആമേൻ. നിന്റെ തലമുറ അത്രത്തോളം ആമേൻ ദിവസങ്ങൾ കാത്തിരുന്നുവെങ്കിൽ ആമേൻ ലഭിക്കുവാൻ പോകുന്ന ഭാവി ഏറ്റവും അനുഗ്രഹമുള്ളതാ. ജൂഡൽ പ്രൗഢവന രകൽക്കടക രകതനഘടക ശബ്ദാന രകൽക്കടകശി. ആമേൻ. ദൈവത്തിന്റെ ഹിതമുള്ള വലിയൊരു പ്രവൃത്തി, സ്വർഗത്തിലെ അപ്പന്റെ വലിയൊരു പ്രവൃത്തി നിന്റെ തലമുറയ്ക്ക് മുൻപടയും പിൻപടയുമായി വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ പോവുകയാ. ഹല്ലേലൂയ. ഭാവി അപ്പൻ ഒരുക്കുവാൻ പോകുന്നു. ആമേൻ. വിവാഹപ്രായമെന്റെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തെ ഒരുക്കുവാൻ പോകുന്നു. അതുകൊണ്ടാ നീ ഇന്നലെ വരെ ആമേൻ ഒത്തിരി ആമേൻ ഹല്ലേലൂയ നിന്ദകളും പരിഹാസങ്ങളും കേട്ടത്. ആർക്കുമില്ലാത്തൊരു പ്രത്യേകത നിന്റെ തലമുറയ്ക്കുണ്ട്. ആമേൻ. നീ വിശ്വസിക്കുക. ആമേൻ. ആർക്കുമില്ലാത്ത ചില പ്രത്യേകത നിന്റെ തലമുറയ്ക്കുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ആ ഗ്രീൻ കാർഡ് ലഭിക്കാതെ വേണം നിന്റെ കുടുംബത്തിനകത്ത് മാത്രം, നിനക്ക് മാത്രം കിട്ടാതെ അതിനകത്ത് ഫൈറ്റിംഗ് നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതെ, ആ ഗ്രീൻ കാർഡ് കർത്താവ് നിന്റെ കരങ്ങളിൽ ഈ ദിവസങ്ങൾ ഒരുക്കുവാൻ പോകുന്നു. ഒത്തിരി പ്രാവശ്യം നീ അപ്പോയിന്റ്മെന്റ് എടുത്തതാ, ഒത്തിരി പ്രാവശ്യം ആമേൻ നീ ബയോമെട്രിക് എടുക്കാൻ പോയി പരാജയപ്പെട്ടു. കർത്താവ് പറയുന്നു, ഇതൊരു വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ്. ഈ കഷ്ടത വലിയൊരു വിജയത്തിന്റെ തുടക്കമാണ്. ജൂഡൽ പ്രൗഢവന രഘാനഘടക ശബ്ദനാരകൾ കടകശി. ഈ വലിയ പരാജയങ്ങൾ, ഈ ചെറിയ പരാജയങ്ങൾ ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ മുന്നോടിയാണെന്ന് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് കൈമാറുകയാ. ജൂഡൽ പ്രൗഢവന അഥരക ജനഘടക ശബ്ദനാരകൾ കടകശി അർത്ഥനാരകൾ പ്രൗഢവനം
എനിക്കറിയത്തില്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അവൻ സ്കാനിങ് റിപ്പോർട്ടും എടുത്തു വെച്ച് ഇന്ന് രാത്രി ആരോ കരയുന്നുണ്ട്. ഓ ഹല്ലേലൂയ, നാളത്തെ ദിവസം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എന്ത് പറയും? ആമേൻ, ഹല്ലേലൂയ, നീ ഭയപ്പെട്ടായിരിക്കുന്നു. കർത്താവ് അവൻ ഇപ്രകാരം നിന്നോടൊരു ദൂത് കൈമാറുന്നു. അവൻ ഇന്നലെ വരെ നിന്റെ ശരീരത്തിനകത്ത് രോഗമുണ്ടായിരുന്നു, ഇന്നലെ വരെ നീ കണ്ണുനീര് അനുഭവിച്ചു, ഇന്നലെ വരെ നീ രോഗം അനുഭവിച്ചു, ഇന്നലെ വരെ നീ ഇനി അനുഭവിക്കുവാൻ കണ്ണുനീരുകളൊന്നുമില്ല. ആ കണ്ണുനീരുകളെയൊക്കെ തുടച്ചു മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഈ റിസൾട്ടിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. നിന്റെ രോഗത്തെ മറക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിന്റെ കണ്ണുനീരുകൾ മറക്കുന്ന ദിവസങ്ങളാ, നിന്റെ വേദന മറക്കുന്ന ദിവസങ്ങളാ, നിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകൾ മാറുന്ന ദിവസങ്ങളാ. ഇന്നലെ വരെ നിന്റെ കുടുംബത്തിനകത്ത് അസമാധാനമായിരുന്നു, മദ്യത്തിന്റെ ലഹരിയുടെ ഹല്ലേലൂയ നിലവിളിയായിരുന്നു. കർത്താവ് പറയുന്നു ആ നിന്നയെ കർത്താവ് എടുത്തു മാറ്റുവാൻ പോകുന്നു. നീ പലപ്പോഴും നീ ഓരോ ദിവസം കഴിയും തോറും നീ ഭർത്താവ് വരുമ്പോൾ നീ ദൂരെ നിന്ന് നോക്ക്. ഇന്നെങ്കിലും എൻ്റെ ഭർത്താവ് മദ്യപിക്കാതെ വന്നോ, എൻ്റെ മക്കളോടൊപ്പം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു, എന്നോടൊപ്പം അല്പസമയമെങ്കിലും എൻ്റെ ഭർത്താവ് സ്പെൻഡ് ചെയ്യുമോ? ഒരു ദിവസവും നിന്റെ പ്രതീക്ഷ ഹല്ലേലൂയ ശുഭകരമായി തീരുന്നില്ല. നീ കരയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു ഇനിയുള്ള ദിവസങ്ങൾ നിന്റെ ഭർത്താവ് മദ്യപിക്കുന്നില്ല. ഒരു വലിയ വിടുതൽ നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്നു. ഇന്നലെ വരെ നിന്നെ കയറിയാത്തൊരു ഭർത്താവാണോ? നിന്നെ അവൻ സ്നേഹിക്കുവാൻ പോകുന്നു, നിന്നെ അവൻ കരുതുവാൻ പോകുന്നു, നിന്നെ അവൻ മാനിക്കുവാൻ പോകുന്നു, നിന്നെ അവൻ പോറ്റി പുലർത്തുവാൻ പോകുന്നു. ജൂഡപ്രൗഢവന. എനിക്കറിയത്തില്ല, ഒരു സഹോദരി പറയുന്നു, സഹോദരി എന്നെ ഒന്ന് നോക്കിയില്ലേലും വേണ്ടില്ല, എൻ്റെ ദുഃഖം കാണുമ്പോൾ എൻ്റെ കരമൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി, നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു വാക്ക് പോലും പ്രതീക്ഷ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുന്നു. അതെ, നിന്റെ ഈ കഷ്ടത നീ മറക്കുവാൻ പോകുന്നു. സ്നേഹത്തിന്റെ ആവരണം നിന്നെ മൂടിപ്പൊതിയുവാൻ പോകുന്നു. വിശ്വസിക്കുവാൻ തയ്യാറാണോ? രോഗമില്ലാത്ത ശരീരമായി, കഷ്ടതയില്ലാത്ത ദിവസങ്ങളായി, നിന്നയില്ലാത്ത ദിവസങ്ങളായി, നിന്ന മാറുന്ന ദിവസങ്ങളായി, നിന്നയെ മറക്കുന്ന ദിവസങ്ങളായി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. അതെ അഭിഷക്തനെ കുടുംബമേ, ഇന്നലെ വരെ അനുഭവിച്ച കഷ്ടതകൾക്ക്, അതെ അഭിഷക്ത ദാസിയെ, ഇന്നലെ വരെ നീ അനുഭവിച്ച കഷ്ടതകൾക്ക്, ഇന്നലെ വരെ നീ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് സ്വർഗത്തിലെ അപ്പൻ മറുപടി നൽകുവാൻ പോകുന്നു. ജൂഡപ്രൗഢവന അഥാനഘടക ശന്തനാരകൾക്കടകസി. ഇന്നലെ വരെ നീ അനുഭവിച്ച കണ്ണുനീരുകൾ നിനക്ക് സന്തോഷമായി തീരുവാൻ പോകുന്നു. ജൂഡപ്രൗഢവന അഥനകരകഥനഘടക ശന്തനാരകൾക്കടകസിയ ദീപൽ പ്രൗഢവന വൈഡാന രകാനഘടക ശന്തനാരകൾക്കടകസി. ദുഃഖത്തെ മാറ്റുന്ന വലിയൊരു ദൈവപ്രവൃത്തി, കഷ്ടതകളെ മാറ്റുന്ന വലിയൊരു ദൈവപ്രവൃത്തി, ചിലതിനെ മറക്കുന്ന ഒരു ദൈവപ്രവൃത്തി എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. അതെ, നീ കഷ്ടതയെ മറക്കുവാൻ പോകുന്നു. ഇന്നലെ വരെ നീ അനുഭവിച്ച കഷ്ടത, കഴിഞ്ഞ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ നീ അനുഭവിച്ച നിന്റെ കഷ്ടത എൻ്റെ സ്വർഗത്തിലെ മറക്കുന്നതിന് കാരണമാക്കി തീർക്കുന്നു. ചിലരുടെ രോഗങ്ങളെ മാറ്റുന്ന ദൈവപ്രവൃത്തി, ചില ഇല്ലായ്മകളെ മറക്കുന്ന ദൈവപ്രവൃത്തി. ആമേൻ, ഹല്ലേലൂയ. ചില ഇല്ലായ്മകളെ കർത്താവ് എടുത്തു മാറ്റുന്നു, ചില ദാരിദ്ര്യത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു, ചില കടബാധ്യതകളെ കർത്താവ് എടുത്തു മാറ്റുന്നു. റമനക ശംദന രകൽക്കടകസി റമന ശംതന റീ കാലകടക ശംദന രകൽക്കടകസി. തൊഴിലില്ലായ്മ എന്ന വേദനയിൽ നീ ഭാരപ്പെടുന്നു, അതിനെ നീ മറക്കുവാൻ പോകുന്നു. നല്ലൊരു തൊഴിൽ തന്നു ആമൻ ഇന്നലെ വരെ അനുഭവിച്ച കഷ്ടതയെ കർത്താവ് മറപ്പിക്കുവാൻ പോവുകയാ. റമനക ശംദന രകൽക്കടകസിയ അർത്ഥന രകൽ പ്രൗഢവന. രാജ്യത്തിന്റെ വാതിലുകൾ നിനക്ക് തുറക്കുവാൻ പോകുന്നു. നിന്റെ തലമുറയെക്കുറിച്ചുള്ള ഇന്നലെ വരെയുള്ള കഷ്ടതയെ നീ ഓർക്ക പോലും ചെയ്യാത്ത തരത്തിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയെ മാനിക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അല്പസമയം എന്ന് പ്രാർത്ഥിച്ചാട്ടെ. അത് എൻ്റെ കഷ്ടതയെ മറക്കുവാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ നിന്റെ കഷ്ടത ഒഴുകിപ്പോകുവാൻ പോവുകയാ. വിശ്വാസത്തോടെ ആമേൻ പറ. എൻ്റെ കഷ്ടതയെ ഞാൻ ഒഴുക്കിക്കളയുവാൻ പോവുകയാ. റമനക ശംദന അരകൽക്കടകസി. ആ പാടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടതകളെ കർത്താവ് അങ്ങ് മറപ്പിക്കുന്നതിനായി സ്തോത്രപ്പ. ആമേൻ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ ഇവരുടെ മുമ്പിൽ നിന്ന് ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ, ഇവരുടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ, ഒന്നുമില്ലായ്മകൾ മാറിപ്പോകട്ടെ കർത്താവേ. തലമുറകളെ കുറിച്ചുള്ള വേദനകൾ മാറട്ടെ, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ജൂഡമന ഹന്തരകജനകടകസി. സ്വന്തമാ ഭവനം എന്ന വാഗ്ദത്തം പ്രാപിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതങ്ങൾക്കകത്ത് നന്മയും അനുഗ്രഹവും അവരുടെ ആയുഷ്കാലമൊക്കെ പിന്തുടരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. അടിയന് മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു. സ്ക്രീനിൽ നമ്മളിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥനാ വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മുതൽ 1 മണി വരെ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ
ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായി തരും. ഞങ്ങളെ കാണുവാൻ വരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വരിക. നിർബന്ധമായും നിങ്ങളത് മസ്റ്റായിട്ടും നിങ്ങളത് ചെയ്യുക. നിങ്ങൾ വിളിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ഞങ്ങളുടെ ചർച്ച് വന്നിട്ട് കാക്കാമൂലയാണ്. അപ്പോൾ രണ്ട് റൂട്ടാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് വരണമെങ്കിൽ അത് ഒത്തിരി ദൂരമുണ്ട്. അപ്പോൾ ദയവായി നിങ്ങൾ ഞങ്ങൾ എവിടെയാണെന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ വരാം. അതായിരിക്കും കൂടുതലായിട്ട് നന്നായിരിക്കും. ചർച്ചിൽ നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് വരുന്നവർ, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്ന് നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലം കാക്കാമൂല കാർഷിക കോളേജ് വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് കടന്നു വരുന്നവരാണെങ്കിൽ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് 1ാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ഇറങ്ങുക. 2ാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.